പനിയും തൊണ്ടവേദനയായിട്ട് 2 ദിവസം കിടപ്പ് തന്നെയായിരുന്നു. കഞ്ഞി കുടിക്കാൻ ഇഷ്ടമില്ലാത്ത ഞാൻ കഷ്ടപ്പെട്ടിട്ടായാലും 2 ദിവസം കഞ്ഞി കുടിച്ചു. അപ്പൊ ഇന്ന് എന്തേലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണം തോന്നിയപ്പോഴാണ് പൊതിച്ചോറിന്റെ കാര്യം ഓർമ്മ വന്നത്. നമുക്ക് എപ്പോഴും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഫുഡാണല്ലോ പൊതിച്ചോറ്. നമ്മൾ നേരത്തെ സ്കൂളിലൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഓർക്കുമ്പോൾ അതൊരു ഫീല് തന്നെയാണല്ലേ. അപ്പൊ അങ്ങനെ ഞാൻ ഓർത്തു പൊതിച്ചോറിന് വേണ്ടിയിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കാന്ന്. അപ്പുറത്ത് ഞാൻ കുക്കറിൽ കുറച്ച് വൻപയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചുട്ടെടുക്കുക എന്ന് പറയും. ചുട്ടെടുത്ത് ചമ്മന്തി ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇത് നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇവിടെയാകുമ്പോൾ നമുക്ക് ഇതൊക്കെയല്ലേ പറ്റത്തുള്ളൂ. പക്ഷെ നാട്ടിലാണെങ്കിൽ കല്ല് വെച്ചരയ്ക്കുന്ന ചമ്മന്തി അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അല്ലേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് പുളിയും കൂടി ഇട്ട് കൊടുക്കണം. ഒരു ചെറിയ കഷ്ണം, അതായത് ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പില്ലേ, ആ വലിപ്പത്തിലുള്ള ഒരു പുളിയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ഈ സമയത്ത് തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകും. അതുകൊണ്ട് ഇത് ആദ്യം ഒന്ന് ചതച്ചെടുക്കാം. ദാ ഈ ഒരു പരുവത്തിൽ നമ്മൾ ചതച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ഒന്നിച്ചിട്ട് അരച്ച് കഴിഞ്ഞാൽ അത് വല്ലാണ്ട് അങ്ങ് അരഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ടായിട്ട്, അതായത് നമ്മൾ ആദ്യം ഈ വറ്റൽമുളകും ചുവന്നുള്ളിയും കൂടെ ചതച്ചതിന് ശേഷം മാത്രം നമ്മൾ ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുക്കാന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ക്രഷ് ചെയ്തെടുക്കത്തില്ലേ, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് അരഞ്ഞു പോയിട്ട് ചമ്മന്തിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഇതാകുമ്പോൾ നമുക്കിത് ഉരുട്ടി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കുകയും ചെയ്യാം. ഈ സമയം കൊണ്ട് നമ്മുടെ വൻപയർ ഇവിടെ വെന്തിട്ടുണ്ട്. വൻപയർ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചതാണേ. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള കടുക് താളിക്കാം. പക്ഷെ ഈ സമയമാണ് ഞാൻ മനസ്സിലാക്കിയത് ആ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇതിനടുത്തേക്ക് ഇട്ട് കൊടുത്തേക്കുന്ന വേറൊന്നുമല്ല, ആദ്യം എണ്ണ ചൂടാകുമ്പോഴേക്കും കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ചതച്ചിട്ടതാണേ. ഒരു 3 അല്ലി ചുവന്നുള്ളിയും പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളിയും. അത് വലിയ അല്ലിയാണേ. നമ്മൾ ഈ വൻപയറിനൊക്കെ കുറച്ച് കൂടുതൽ വെളുത്തുള്ളിയൊക്കെ കടിക്കാൻ കിട്ടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ. ഇനി ഇതിലേക്ക് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സവോള അത് ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവോളയൊക്കെ നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകത്തില്ലേ, നന്നായിട്ട് വഴന്ന് വരുന്നിടം വരെ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ. നമ്മൾ ഓൾറെഡി വൻപയർ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം. അതായത് നമ്മുടെ വറ്റൽമുളക് ക്രഷ് ചെയ്ത് കിട്ടത്തില്ലേ, അത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വറ്റൽമുളക് ഒന്ന് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ഒരു കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഞാനിത് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയ ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കാരണം ഇത് കുറച്ച് നേരം ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോഴാണ് നമ്മൾ ഈ വൻപയർ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ആയിട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ വൻപയർ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മുട്ട വറുത്താണ്. അല്ലെങ്കിലും പൊതിച്ചോറിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു സാധനമാണല്ലോ മുട്ട വറുത്തത്. അതിനുവേണ്ടി ആദ്യം പാനിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. എല്ലാവർക്കും അറിയാം മുട്ട വറുക്കാനായിട്ട്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു തരുന്നത്, ഇപ്പം നമ്മൾ മുട്ട എടുക്കുന്ന സമയത്ത് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് മുളക് പൊടിയല്ല, സോറി, കുരുമുളക് പൊടിയും പിന്നെ സവോള ചെറുതായിട്ട് അരിഞ്ഞതും ഉപ്പും കൂടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ മുട്ട വറുക്കുന്ന സമയത്ത്, ആ മുട്ട അടിക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ ഒരു ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുവാണെങ്കിൽ മുട്ട നല്ല ഫ്ലഫി ആയിട്ട് വരും. ഇതാ ഇപ്പം നമ്മുടെ മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എത്ര എണ്ണാണോ വേണ്ടത് അതനുസരിച്ച് ഓരോ പൊതിയിലും ഓരോരോ മുട്ട വീതം വറുത്തെടുക്കാം. അങ്ങനെ നമ്മൾ വാഴയിലെല്ലാം വാട്ടിയെടുത്തിട്ട് അതിലേക്ക് ചൂട് ചോറ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിന്റെ മേളിലേക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള അനുസരിച്ച് ഇട്ട് കൊടുക്കാന്നാണ്. ഈ കറി തന്നെ വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇത് എനിക്ക് എപ്പോഴും കഴിക്കുന്ന സമയത്ത് കൂടുതൽ ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് ഈ വൻപയറും ചമ്മന്തിയും. അതൊരു നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ. വൻപയറും ചമ്മന്തിയും വെച്ച ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് അച്ചാറും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നാരങ്ങ അച്ചാർ, നാരങ്ങയും ഡേറ്റ്സും കൂടി ഇട്ടിട്ടുള്ള പിക്കിളായിരുന്നു. അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണേ. പിന്നെ ഇതിലേക്ക് കുറച്ച് മീൻകറി, അത് നമ്മുടെ കാളാഞ്ചി മുളകിട്ടതായിരുന്നു. ചിലർ ഇതിലേക്ക് ഫിഷ് ഫ്രൈ ഒക്കെ വെക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഈ മുട്ട വറുക്കുന്ന സമയത്ത് നമ്മൾ ഫിഷ് ഫ്രൈ ആരും അങ്ങനെ കഴിക്കാറില്ല. അതുകൊണ്ടാണ് അത് വെക്കാത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ വെക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മടക്കി വെക്കാം. ഈ മടക്കുന്ന കാര്യത്തിൽ ഞാൻ അത്ര വലിയ എക്സ്പേർട്ട് ഒന്നുമല്ല. എപ്പോഴും ഇത് പൊട്ടിപ്പോവാറുണ്ട്. പക്ഷെ ഈ സമയത്ത് വാഴയില നന്നായിട്ട് വാടിയോണ്ട് വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ ശേഷം നന്നായിട്ട് കവർ ചെയ്ത ശേഷം നമുക്കിത് അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും വെക്കാം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ആ ചൂട് ചോറ് ആ വാഴയിലയിൽ വെച്ചുകൊണ്ട് ആ ടേസ്റ്റ്, അതായത് ആ വാഴയിലയുടെ സ്മെല്ലും ആ ഇതെല്ലാം നമുക്ക് ആ ചോറിലേക്ക് വരത്തുള്ളൂ. ഇതാ ഇപ്പം അങ്ങനെ നമ്മുടെ
പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ കറി വേണമെന്ന് തന്നെ ഒരു നിർബന്ധവും ഇല്ല. പക്ഷേ ഈ വൻപയറും ചമ്മന്തിയും വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.